ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജീവനെയാണ്. ഡോക്ടറിൻ്റെ അടുത്ത് ജീവൻ തൻ്റെ അസുഖം ഭേദമായുവെന്നും തനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നും ഒക്കെ തന്നെ പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞാൻ എം ഡിയോട് സംസാരിച്ചിട്ടുണ്ട്. ജീവൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ജീവനെ കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമല്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് എം ഡിയോട് ഞാൻ ജീവനൊരു ജോലി ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണ് ഡോക്ടറെ. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാലോ, എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് തന്നെ നടത്തിയെടുക്കാലോ എന്നൊക്കെ ജീവൻ പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ജീവനിപ്പോൾ മെഡിസിൻ്റെ ഒന്നും ആവശ്യമില്ല. മാനസികമായി നേരെയായാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടത്തേക്ക് ഞാൻ വേണമെങ്കിൽ ജീവന് താൽക്കാലികമായി ജോലി ശരിയാക്കി തരാം. വളരെ നന്ദിയുണ്ട് ഡോക്ടറെന്ന് ജീവനും പറയുന്നു. ജീവൻ പതിയെ റിക്കവർ ആയാൽ മതി. ജോലിക്ക് പോയി കഴിയുമ്പോൾ ജീവന് പതിയെ ഓർമ്മകളെല്ലാം തിരികെ വന്നാലോ എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ജീവൻ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ഡോക്ടർ മറ്റൊരു കാര്യം കൂടി, അമ്മ പോകുന്നതിന് മുമ്പ് ഇവിടെ നമ്പർ തന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. ഇത് കേൾക്കുന്ന ഡോക്ടർ പറയുകയാണ്, ഞാൻ സിസ്റ്ററിൻ്റെ കയ്യിൽ നമ്പർ ഏൽപ്പിച്ചേക്കാം. ഇത് കേൾക്കുന്ന ജീവൻ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നിത്യയുടെ വീടാണ്. തൻ്റെ ഡ്രസ്സ് എടുക്കാനായി അലമാരി തുറക്കുന്ന നിത്യ ജീവന്റെ ഫോട്ടോ കാണുകയാണ്. ഇതിന്റെ ചില്ലെങ്ങനെ പൊട്ടിയെന്ന് ചോദിച്ചുകൊണ്ട് നിത്യ ആ ഫോട്ടോയുമായി ഹാളിലേക്ക് ചെല്ലുമ്പോൾ ജ്യോതിയും സുജാതയും ഞെട്ടലോടെ നിൽക്കുന്നു. മരിച്ചയാളുടെ ഫോട്ടോയ്ക്ക് മാലയിട്ട് തൂക്കണം, അതാ വേണ്ടതെന്ന് നിത്യ പറയുമ്പോൾ ജ്യോതിയും അത് ശരിയാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സുജാത പറയുകയാണ്, അതിന് എൻ്റെ മകൻ മരിച്ചിട്ടില്ല. ഇത് കേൾക്കുന്ന ജ്യോതിയും നിത്യയും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ജ്യോതി പറയുകയാണ്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? തുടർന്ന് നിത്യയും പറയുകയാണ്, അമ്മ കഴിഞ്ഞ ദിവസവും പറയുന്നുണ്ടായിരുന്നു ജീവൻ മരിച്ചിട്ടില്ലെന്ന്. ജീവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ പരിഭ്രമത്തോടെ നിൽക്കുകയാണ് സുജാത. അത് എൻ്റെ മകൻ മരിച്ചെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. എൻ്റെ മനസ്സിൽ അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, അതുകൊണ്ട് മാലയൊന്നും ഇട്ട് തൂക്കണ്ട എന്നൊക്കെ സുജാത പറയുമ്പോൾ സുജാതയോട് ആ ഫോട്ടോയും കൊണ്ട് അകത്തേക്ക് പൊക്കോളാൻ ശരവണൻ പറയുന്നു. അതേസമയം സുജാതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ജീവൻ. നിത്യയാണ് കോൾ എടുക്കുന്നത്. നിത്യ ഹലോ എന്ന് പറയുമ്പോൾ ജീവൻ മനസ്സിൽ പറയുകയാണ്, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നിത്യ വീണ്ടും ഹലോ എന്ന് പറയുമ്പോൾ ജീവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതേസമയം സുജാത അങ്ങോട്ടേക്ക് വരുമ്പോൾ നിത്യ പറയുകയാണ്, അമ്മേ ആരാണെന്നറിയില്ല, ഹലോ പറഞ്ഞിട്ടൊന്നും തിരിച്ചൊന്നും പറയുന്നില്ല. ഇത് കേൾക്കുന്ന സുജാത ഫോൺ വാങ്ങി ഹലോ എന്ന് വെക്കുമ്പോൾ ജീവൻ പറയുകയാണ്, ഹലോ അമ്മേ, ഞാൻ ജീവനാ. ഇത് കേൾക്കുന്ന സുജാത ഞെട്ടലോടെ ജ്യോതിയെയും നിത്യയെയും നോക്കുന്നു. അതിനുശേഷം ഒന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ആരാമ്മേ ആദ്യം ഫോൺ എടുത്തതെന്ന് ജീവൻ ചോദിക്കുമ്പോൾ അതിവിടുത്തെ ഹോസ്റ്റൽ വാർഡനാണെന്ന് സുജാത കള്ളം പറയുന്നു. അമ്മേ, ഞാനൊരു ചെറിയ ജോലിക്ക് പോകാൻ പോവുകയാ, അത് പറയാനാ ഞാൻ അമ്മയെ വിളിച്ചത്. എൻ്റെ മോന് അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാകുമെന്ന് സുജാത പറയുമ്പോൾ അമ്മയുള്ള സ്ഥലം പറയുകയാണെങ്കിൽ ഞാൻ വന്ന് കാണാമെന്ന് ജീവൻ പറയുന്നു. അത് വേണ്ട മോനെ, അതൊന്നും ശരിയാകില്ല, ഇവിടെ വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ലെന്നും സുജാത പറയുമ്പോൾ അമ്മുമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ആദി ചെല്ലുകയാണ്. പെട്ടെന്ന് തന്നെ സുജാത കോള് കട്ട് ചെയ്യുന്നു. ആരാ അമ്മയെ വിളിച്ചതെന്ന് നിത്യ ചോദിക്കുമ്പോൾ ഒരു ബന്ധുവാണെന്നും അവന് ജോലി കിട്ടിയെന്നും സുജാത പറയുന്നു. അതേത് ബന്ധുവാണെന്ന് ജ്യോതി ചോദിക്കുമ്പോൾ നിനക്കറിയില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സുജാത അകത്തേക്ക് പോകുന്നു. നിത്യേച്ചി, അമ്മയ്ക്ക് എന്തൊക്കെയോ പരിഭ്രാന്തി ഉള്ളതുപോലെ ഉണ്ടെന്ന് ജ്യോതി പറയുമ്പോൾ നീ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് നിത്യ അവിടെ നിന്ന് ആദ്യം കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്കൂളാണ്. നിത്യ ആദ്യം കൊണ്ട് സ്കൂളിലെത്തുമ്പോൾ തന്നെ കല്യാണിയും കൊണ്ട് ഹരിയും അവിടെ എത്തുകയാണ്. അങ്ങനെ ആദ്യം കല്യാണിയും കൂടി അകത്തേക്ക് പോകുമ്പോഴാണ് ഹരി ഒരു കുഞ്ഞിനെ വണ്ടി ഇടിക്കാൻ വരുന്നത് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഹരി അങ്ങോട്ടേക്ക് ചെന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഹരി ഒരു വണ്ടി ഇടിക്കാൻ വരികയാണ്. പെട്ടെന്ന് തന്നെ നിത്യ ഹരിയെ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നു. രണ്ടുപേരും കൂടി റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നതാണ് കാണിക്കുന്നത്. നിത്യ ഹരിയുടെ ദേഹത്തുനിന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോഴേക്കും നിത്യയുടെ മാല ഹരിയുടെ ഷർട്ടിന്റെ ബട്ടൺസിൽ ഉടക്കുകയാണ്. രണ്ടുപേരും പരസ്പരം കണ്ണും കണ്ണും നോക്കിക്കിടക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.